ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് ബംഗളൂരു അപ്പാർട്ട്മെന്റ് കൊലപാതകത്തിൽ പ്രതി പിടിയിലായി എന്നതാണ്. പ്രതി കണ്ണൂർ സ്വദേശി ആരവിനെയാണ് കർണാടക പോലീസ് പിടികൂടിയത്. രാത്രിയോടെ പ്രതിയെ ബംഗളൂരുവിലെത്തിക്കും. അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകും ബംഗളൂരുവിൽ നിന്ന്. അരുൺ, ഈ കൃത്യത്തിന് ശേഷം ഫ്ളാറ്റിൽ നിന്ന് ഈ ആരവ് പുറത്തേക്ക് പോകുന്ന CCTV ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിരുന്നു. അയാൾക്ക് വേണ്ടി കേരളത്തിലടക്കം തെരച്ചിൽ നടത്തുകയും ചെയ്തു. ഇയാൾ എവിടെ വെച്ചാണ് പിടിയിലായതെന്ന് ബംഗളൂരു പോലീസ് അറിയിക്കുന്നുണ്ടോ? ബംഗളൂരുവിലെ അപ്പാർട്ട്മെന്റിലെ ക്രൂര കൊലപാതകത്തിൽ പ്രതി പിടിയിലായി എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്. പ്രതി മലയാളിയാണ്, കണ്ണൂർ സ്വദേശി ആരവ്. ഇയാളെ കർണാടക പോലീസ് പിടികൂടിയിട്ടുണ്ട്. രാത്രിയോടെ പ്രതിയെ ബംഗളൂരുവിലെത്തിക്കും. എവിടെ നിന്നാണ് പിടികൂടിയത് എന്നതിൽ വ്യക്തതയില്ല. ഈ കൃത്യത്തിന് ശേഷം ഈ ആരവ് ആ ഫ്ളാറ്റിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന CCTV ഫുട്ടേജ് നമ്മൾ നൽകിയിരുന്നു. ഇതാ അയാളെ പിടികൂടിയെന്ന വിവരം വരുന്നുണ്ട്. അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട് ബംഗളൂരുവിൽ നിന്ന്. അരുൺ, എവിടെ നിന്നാണ് പ്രതി പിടിയിലായത്? വിജയകുമാർ, എവിടെ നിന്നാണ് പ്രതിയെ പിടികൂടിയെന്ന കാര്യം നിലവിൽ കർണാടക പോലീസ് അത്തരം വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും ഈ അപ്പാർട്ട്മെന്റ് കൊലപാതകത്തിലെ പ്രതിയായിട്ടുള്ള കണ്ണൂർ സ്വദേശി ആരവിനെ കർണാടക പോലീസ് നിലവിൽ പിടികൂടിയിട്ടുണ്ട്. അത് കർണാടകയിൽ പുറത്തുനിന്നുള്ള ഒരു സ്ഥലത്താണ് എന്ന വിവരം മാത്രമാണ് നമുക്ക് ഇപ്പോൾ ഔദ്യോഗികമായി ലഭിക്കുന്നത്. എവിടെ നിന്നാണ് കൃത്യമായി ഈ പ്രതിയെ പിടികൂടിയത് എന്ന കാര്യത്തിൽ ഇതുവരെ എന്തായാലും പോലീസ് ഒരു വ്യക്തത നൽകിയിട്ടില്ല. പക്ഷേ രാത്രിയോടെ തന്നെ പ്രതിയെ ബംഗളൂരുവിൽ എത്തിക്കും എന്നതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ചൊവ്വാഴ്ചയാണ് ഈ രീതിയിൽ അസം സ്വദേശിയായിട്ടുള്ള മായ ഗൊഗോയുടെ മൃതദേഹം ഇന്ദിരാനഗറിലെ ഈ അപ്പാർട്ട്മെന്റ് മുറിയിൽ നിന്ന് കണ്ടെത്തുന്നത്. അതിനുശേഷം പോലീസ് നടത്തിയ പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ തന്നെ ഈ കൊലപാതകത്തിന് പിന്നിൽ ഈ ആൺ സുഹൃത്തും കണ്ണൂർ സ്വദേശിയുമായിട്ടുള്ള ആരവാണെന്ന കാര്യം പോലീസ് കണ്ടെത്തിയിരുന്നു. അതിൽ സാഹചര്യ തെളിവുകൾ ഉൾപ്പെടെ ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് ലഭിക്കുകയും ചെയ്തിരുന്നു. അതായത് ഈ പ്രണയബന്ധത്തിലുണ്ടായ ചില തർക്കങ്ങൾ കൊലപാതകത്തിലേക്ക് നയിച്ചു എന്നതാണ് പോലീസിന്റെ ഇപ്പോഴത്തുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷേ ഇനിയിപ്പോൾ ആരവിനെ കൂടുതൽ ചോദ്യം ചെയ്താൽ അതിൽ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടത്തിയാൽ കൂടുതൽ വിവരങ്ങൾ ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുമെന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 23-ാം തീയതിയാണ് ആരവും അതോടൊപ്പം തന്നെ മായിയും ഈ അപ്പാർട്ട്മെന്റിൽ മുറിയെടുക്കുന്നത്. അതിന്റെ CCTV ദൃശ്യങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ പുറത്തു വന്നിരുന്നു. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ആരവ് ആ അപ്പാർട്ട്മെന്റിൽ നിന്ന് 26-ാം തീയതി രാവിലെ 8:20 ആരവ് ആ അപ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ആ ദൃശ്യങ്ങൾ അത് കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം ആരവ് പോയത് മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ക്യാബ് ഡ്രൈവർ ഉൾപ്പെടെ, അതായത് ഓൺലൈനിലൂടെ ബുക്ക് ചെയ്ത ക്യാബ് ഡ്രൈവർ ഉൾപ്പെടെ അതായത് ആരവിനെ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആരവ് എങ്ങോട്ട് പോയി എന്നത് കാര്യത്തിലാണ് പോലീസ് 3 സംഘങ്ങളായി തിരിഞ്ഞ് അന്വേഷണം നടത്തിയത്. അതിലൊരു സംഘം ആരവിന്റെ നാടായിട്ടുള്ള കണ്ണൂരിലെത്തിയിരുന്നു. ആരവിന്റെ വീട്ടിലും ബന്ധുവീട്ടിലും സുഹൃത്തുക്കളുടെ വീട്ടിലൊക്കെ പരിശോധന നടത്തിയിരുന്നു. അവിടെയൊന്നും ആരവ് ഉണ്ടായിരുന്നില്ല. ഒരു സംഘം ബംഗളൂരു കേന്ദ്രീകരിച്ചും കർണാടകയിലെ വിവിധ മേഖലകളിലും ആരവിന് സുഹൃത്തുക്കളുണ്ട്, അവിടെയൊക്കെ പരിശോധന നടത്തിയിരുന്നു. മറ്റൊരു സംഘം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക്, ഗോവയിൽ ഉൾപ്പെടെ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. ശരിയായിരുന്നു. എന്തായാലും പ്രതിയെ പിടികൂടി. ബംഗളൂരുവിന് പുറത്തുനിന്നാണ് പ്രതി ആരവ് പിടിയിലായത്. അയാൾ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നറിയില്ല. ബംഗളൂരുവിലേക്ക് രാത്രിയിൽ എത്തിക്കും. അതിനുശേഷമായിരിക്കും പക്ഷേ പോലീസ് വിശദാംശങ്ങൾ പുറത്തുവിടുക. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത് ബംഗളൂരുവിൽ നിന്ന്.